രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ഒരുപാട് ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്ന ശക്തമായ ഒരു വിഭാഗമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം എന്തിന് ശിക്ഷിക്കപ്പെടണം എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. രാഹുലിന് പ്രതിരോധിക്കാനുള്ള അവകാശം എന്തുകൊണ്ട് നിഷേധിക്കുന്നു എന്നവർ ചോദിക്കുന്നു. സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ അനേകം നേതാക്കളുണ്ട്. ഇപ്പോൾ നിയമസഭയിൽ ഉള്ളവരുണ്ട്, ഇപ്പോൾ MP ആയിരിക്കുന്നവരുണ്ട്, MLA ആയിരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഇടതുപക്ഷത്താണെങ്കിൽ മന്ത്രി ആയിരിക്കുന്നവരുണ്ട്. ഇവരൊക്കെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കടന്നുപോയതാണ്. അവർക്കാർക്കും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്? ഈ ചെറുപ്പക്കാരന്റെ അസാധാരണ വളർച്ചയിൽ അസൂയക്കാരല്ലേ ഇത് ചെയ്യുന്നത് എന്ന ചോദ്യം പലരും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ നിർണായകമായ ഒരു ചോദ്യവുമായി ചിലർ രംഗത്ത് വരുന്നു. അത് വളരെ ശ്രദ്ധേയമായ ചോദ്യമാണ്. അത് ഈ ഗർഭചിത്രത്തിന് ഇരയായി എന്ന് പറയുന്ന പെൺകുട്ടി ആരാണ്? ആ പെൺകുട്ടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ പെൺകുട്ടിയോട് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഈ ചോദ്യം ഇപ്പോൾ ചർച്ചയാവുകയാണ്. രാഹുൽ ഓടി നടന്ന് പെണ്ണുപിടിക്കുന്ന ആളാണ് എന്ന അന്തരീക്ഷത്തിൽ ചർച്ചയുള്ളത് കൊണ്ട് നിരവധി യുവതികളെ രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം പാർട്ടിക്കുള്ളിലും പുറത്തുമുള്ളത് കൊണ്ട് ഇതിങ്ങനെ ലൈവായി നിൽക്കുന്നല്ലാതെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ, യുവതിയെ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയും? ഇപ്പോൾ പറയുന്നത് ഒരു ചാനൽ അവതാരികയാണെന്നാണ്. ഈ ചാനൽ അവതാരിക ആരാണ്? ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇത് വിവാദമായപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് ഏഷ്യാനെറ്റിലെ ഒരു അവതാരികയെ കുറിച്ചാണ്. പിന്നീട് കേൾക്കുന്നു ഈ പെൺകുട്ടി ജനൻ TVയിലെ ഒരു വാർത്താ അവതാരികയാണ്. ഇപ്പോൾ പിന്നീട് അതാണ് കേട്ടത്. ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് പറയുന്നത് ജനൻ TVയിലെ ഒരു അവതാരികയാണ് എന്നാണ്. ഏഷ്യാനെറ്റിനെ വിട്ടു ജനൻ TVയിലേക്ക് എത്തി. ഒരു ശബ്ദരേഖ പുറത്തേക്ക് വന്നിരിക്കുന്നു. രാഹുലും ആ പെൺകുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് ആരുടേതാണ് എന്ന ചോദ്യത്തിന് പരസ്പരം എല്ലാവരും പറയുന്നത് ജനൻ TVയിലെ ഒരു മാധ്യമ പ്രവർത്തക എന്നാണ്. എന്നാൽ ഈ മാധ്യമ പ്രവർത്തകയോടും അവരുടെ സഹപ്രവർത്തകരോടും ഞാൻ ചോദിച്ചു, ആ പെൺകുട്ടി എന്ത് പറയുന്നു? അവൾ കണ്ണുമടച്ച് നിഷേധിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അവൾക്ക് ഒരു കൂസലുമില്ല, അവൾക്ക് ഒരു സ്ട്രെസ്സുമില്ല, അവൾക്കൊരു ഡിപ്രഷനുമില്ല. ജനൻ TVയിലെ മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവരോട് ഈ യുവതി ചോദിക്കുന്നു, എന്തിനാണ് ഈ കെട്ടുകഥ ഉണ്ടാക്കുന്നത്? എനിക്കൊരു അനാവശ്യം ഒരു ബന്ധവുമില്ല, ഞാൻ ആരോടും പരാതിപ്പെട്ടിട്ടില്ല, ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല, അത് എന്റെ ശബ്ദമല്ല, അത് എന്റെ ശബ്ദമാണ് എന്ന് നിങ്ങളൊക്കെ പറയുന്നത് എന്തിനാണെന്ന് അറിയില്ല, അത് എന്റെ ശബ്ദമല്ല, എനിക്കതൊരു ബന്ധവുമില്ല എന്ന് ഈ പെൺകുട്ടി തറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യം ബാക്കിയാവുന്നു. അപ്പോൾ ആരാണ് പരാതിക്കാരി? ആരുടെ ശബ്ദമാണത്? ഇന്നത്തെ കാലത്ത് ആർക്കും ആരുടെയും ശബ്ദമുണ്ടാക്കാം. ഫേക്ക് ഡീപ്പിന്റെ കാലമാണ്. അത്തരം സാഹചര്യത്തിൽ ഇത് വ്യാജമായി സൃഷ്ടിച്ചെടുത്തതാണോ? അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാവും, എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളെ 2-3 തവണ കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പറയാത്തത് എന്ന്? ആ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ അതങ്ങനെ പറയുന്നില്ല എന്നത് മാത്രമാണ് ഇവിടെ രാഹുലിനെതിരായുള്ള ഒരു ഘടകം.